മത്തായിയുടെ പള്ളി പാളയംപള്ളി വിഴുങ്ങക്കം സൂപ്പറായിരുന്നു. ഒരുപാട് ജനങ്ങൾ മാറി തുടങ്ങിയില്ലയോ? നിങ്ങളെ ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവം ഉണർത്തിയതാ. സത്യമാ പറയുന്നത്. അല്ലെ എന്തോ ഒരു അർമാദിപ്പോ അപരാധിത്വമോ ഇപ്പം തന്നെ കണ്ടില്ലേ? എന്തുവാ പറയുന്നത്? കർത്താവ് പോലും ചെയ്യാത്ത പ്രവൃത്തിയല്ലേ ഈ പള്ളിപിടുത്തം. എന്തോ ഒരു മോശപ്പെട്ട പരിപാടിയാണ്. കർത്താവ് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്? കർത്താവ് പള്ളി ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ല. കർത്താവ് ഒറ്റ പ്രാവശ്യം പള്ളി കയറിട്ടുള്ളൂ എന്നാ യാത്ര എടുത്തോണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ജെറുസലേം പറഞ്ഞു ഇത് കല്ല് ശേഷിക്കാതെ പുല്ലെല്ലാം കൂടെ പൊളിഞ്ഞു പോകും, നശിപ്പിച്ചു കളയപ്പെടും എന്ന് പറഞ്ഞ് കണ്ടില്ലേ കിടക്കുന്നത്? കുരിശുമൂടിന് സ്ഥലം കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം എഴുമ്പേറിയിട്ടുണ്ടോ? പള്ളിക്കോ കുരിശുമൂടിനോ സ്ഥലം കൊടുത്ത ഏതെങ്കിലും ഒരു വീട്ടുകാർ എഴുമ്പേറിയിട്ടുണ്ടോ? അവന്റെ ഉമ്മത്തരി ഭാവിയിട്ടുണ്ട്. ഉമ്മത്തരി ആരുടെ അവസ്ഥയോ നോക്കിക്കോ. പള്ളി വെക്കാനും കുരിശടി വെക്കാനും സ്ഥലം കൊടുത്ത ഏതെങ്കിലും ഒരു കുടുംബം എഴുമ്പേറിയിട്ടുണ്ടോ? ഈ മൊണ്ണകൾ മനസ്സിലാക്കാത്തത് എന്ത് ഇതുവരെയായിട്ടും? ഇതിന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഒരു ഗുണം പിടിച്ചിട്ടുണ്ടോ? സാറേ, അത് യൗമാരുടെ ഒരു ഇളക്കപ്പെരുപ്പമായത്. ഈ 10 പേര് ഒരു അച്ഛനൂടെ ചെന്ന് കയറുമ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ കാണിക്കാൻ കൊടുക്കുന്നത് അതല്ലാതെ ഇതൊന്നും മനസ്സോടുകൂടെ ഒന്നും അല്ല ഇതൊന്നും കൊടുക്കുന്നത്. യൗമാർഗിയെ കമ്പം കത്തിക്കാനും പൂത്തിരി കത്തിക്കാനും ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. നല്ല വ്യക്തിത്വമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ യൗമാര് പെണ്ണുമ്പിള്ളയും പിടിക്കും, ആരെ കിട്ടിയാലും പിടിക്കുന്നവന്മാരാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇന്നിപ്പോഴെന്തോ വൈറ്റിപ്പിണ്ടായിട്ട് യൗമാര് എന്ന് സെമിനാരി ചെന്ന് പഠിക്കുക, ഇനി ഇറങ്ങുക, ഏതെങ്കിലും ഒരു പെണ്ണിനെ വളച്ചെടുക്കുക, പാഴ്സതേജിൽ AC, വിശ്വാസികളെ മൊണ്ണകൾ കിടന്ന് ചൂടുകൊള്ളുക. അല്ലാതെ ഇതെല്ലാം ഒരു മിത്തല്ല ഇതെല്ലാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഈ യൂട്യൂബ് കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി. നിങ്ങൾ പറയുന്ന ആ ചാതുര്യം ഇപ്പൊ ഈ അവസാനം പറഞ്ഞാൽ സൂപ്പർ. പാളയംപള്ളി വിഴുങ്ങക്കം അത് സൂപ്പറാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ജനങ്ങൾ വിശ്വാസമായി നിങ്ങൾ പറയുന്ന എല്ലാം യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് വലിയൊരു നേട്ടമാണ്. സാധാരണ ഈ യൂട്യൂബേഴ്സിന് വിലയില്ലായിരുന്നു, ഇവന്മാർ ഈ കള്ളത്തരം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ ഇപ്പം വിശ്വസിച്ചു തുടങ്ങിയിട്ട് യാഥാർത്ഥ്യമാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന്. അതാണ് നിങ്ങളുടെ ഒരു ന്യൂസ് കേൾക്കാൻ ജനങ്ങൾ ആകാംക്ഷിക്കുന്നത്. എത്ര എണ്ണോ ഇത് ഇന്നേന്നറിയാമോ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നേ. നിങ്ങളുടെ ഇതിൽ ലക്ഷ്യമെന്ന് പറയുന്നു. ഇത് കൂടാതെ വ്യക്തിപരമായി ഇപ്പം തന്നെ എൻ്റെ കസിനെ എനിക്ക് അയച്ചു തന്നത്, അതേപോലെ അയച്ചു കൊടുത്ത് കാണുന്ന എത്ര പേരുണ്ട്. ഇതെവിടെ US വരെ കിട്ടുന്നുണ്ട്. US പിന്നെ ലോകത്തെല്ലടവും കിട്ടുന്നുണ്ട്. മലയാളികളുള്ളിടത്തെല്ലാം ഇത് കിട്ടുന്നുണ്ട്. അതാണ് രസം എന്ന് പറയുന്നത്. നിങ്ങൾ വന്നത് പിന്നെ ഉമ്മാർക്ക് വിലയില്ലാതായിപ്പോയി. ഇപ്പൊ വലിയ തടവൊക്കെ നടക്കത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യമായി. ആണ് ചെറുവക്ക പള്ളിയില് അവിടെ പിന്നെ ഒരു കടക്കാരച്ചായനുണ്ട്, റബ്ബർ കടക്കാരൻ. അന്ന് ഇവിടെ ഇരുന്ന ഈ അച്ഛൻ അവർക്ക് പിന്നെ ഇതൊക്കെ അയച്ചു കൊടുക്കും, നല്ല ചീത്ത ഫോട്ടോകളെ ബ്ലൂ ഫിലിമിന്റെ കട്ടിങ്ങൊക്കെ ഞാൻ അറിഞ്ഞത് അയച്ചു കൊടുക്കും. ലാസ്റ്റ് ഭയങ്കര വിഷയമായി. അച്ഛൻ പറഞ്ഞു എനിക്കൊന്ന് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു നിന്നെ ഒരു വട്ടമെങ്കിലും. അങ്ങനെ വലിയ ശല്യമായി. ഇവര് ഭർത്താവിനോട് പറഞ്ഞു. അപ്പൊ പള്ളിക്കാർ വിശ്വസിക്കുന്നില്ല. ലാസ്റ്റില് RSSകാർ ഇടപെട്ടു, BJPക്കാർ ഇടപെട്ടിട്ട് പറഞ്ഞു നീ വിട്ടോണോന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയായിരിക്കും അവിടുന്ന് ട്രാൻസ്ഫർ മാറ്റുന്നത്. ഇപ്പം പുള്ളി ആയൊരു നീറായിക്കോട് പള്ളിയിലോ എങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഒരു 10 പേര് കൂടി ഇരിക്കുമ്പം ഒരു സ്ത്രീയായി അന്നമ്മാമോ എന്തൊരു വിളിക്കുമ്പോൾ അവള് സ്വയം ഒരു പൊങ്ങൊക്കെ ഉണ്ട്. അമ്മാമ്മ എങ്ങ് പൊങ്ങും. അതൊരു സൈക്കോളജി ഫാക്റ്റാണ്. അച്ഛൻ എന്നെ വിളിക്കുന്നത്. അതൊരു സൈക്കോളജി ഫാക്ട്. ഇപ്പം തന്നെ ഒരു കുരിശുമൂട് വെക്കണം. എടാ നീ പാവപ്പെട്ടവന് ഒരു മുറി കട വെച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുക. ഈ കുരിശടി കിട്ടുന്ന പൈസ എന്തോ അപരാധിക്കില്ലയോ, പടക്കം പൊട്ടിച്ച് കളയുമല്ലയോ.